കോൺഗ്രസിന് നിലപാട് സ്വാഗതം ചെയ്യുകയാണല്ലോ അല്ലേ? അല്ല, തീർച്ചയായിട്ടും അവർക്ക് താങ്കൾക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്ത ഈ ചർച്ച നയിക്കുന്ന താങ്കൾക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ് പണം കൈപ്പറ്റി എന്നുള്ളത്. അത് നിങ്ങൾ കേന്ദ്ര ഏജൻസിക്ക് നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കാനും കേരള ഏജൻസികൾക്ക് മോശം സർട്ടിഫിക്കറ്റ് കൊടുക്കാനും അതിനുള്ള ചർച്ചയാക്കി മാറ്റാനാണെങ്കിൽ അത് വേറെ നമുക്ക് ചർച്ച ചെയ്യാം. വിശ്വാസം നഷ്ടപ്പെടും. അവർക്കെതിരായിട്ടുള്ള കോടതി വിധി വരുന്ന സമയത്ത് കോടതികൾക്കെതിരായിട്ടുള്ള കോടതികളിന്മേലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നോക്കൂ, അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ പണി ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. അവർക്ക് എവിഡൻസ് കിട്ടുന്നതിനനുസരിച്ചിട്ട് അവർ മുമ്പോട്ട് പോകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കോൺഗ്രസിന്റെ നിലപാട് നോക്കി നമുക്കിപ്പോൾ നിലപാട് സ്വീകരിക്കാനൊന്നും സാധിക്കില്ല. അവർ പറയുന്നത് പോലെ തന്നെ അവരുടെ രാഷ്ട്രീയമായ സാധ്യതകളും രാഷ്ട്രീയമായ സാഹചര്യങ്ങളും അനുസരിച്ച് അവർ മാറി മാറി കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്ഥിരതയില്ലാത്ത അത്തരം സമീപനങ്ങളോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പറയാനുമില്ല. രാഷ്ട്രീയ സാധ്യതകൾ നോക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അങ്ങനെ ഞാനും പറഞ്ഞില്ല ശ്രീ അനിൽ ബോസ്. നിങ്ങളുടെ രാഷ്ട്രീയ സാധ്യതകൾ നോക്കാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാനും പറഞ്ഞില്ല. അല്ല, നിങ്ങൾ രാഷ്ട്രീയ സാധ്യതകൾ നോക്കാതെ മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാനും പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് പി ചിദംബരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ സാറേ. പി ചിദംബരത്തിന്റെ ഞാനൊരു കാര്യം പറയട്ടെ. ഓഗസ്റ്റ് 2019 ശ്രീ പി ചിദംബരത്തിന് ഹാജരാകാൻ വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്തിട്ട് അദ്ദേഹം ഹാജരാകാതെ മുങ്ങി നടന്നു. ഓക്കെ, അദ്ദേഹം ആന്റിസിപ്പേറ്ററി ബെയിൽ അപ്ലൈ ചെയ്തു. നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് ആന്റിസിപ്പേറ്ററി ബെയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ പ്രതിയെ പിന്നീട് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാലില്ല. ബെയിൽ ആപ്ലിക്കേഷനിൽ ഒരു തീരുമാനമാകുന്നത് വരെ 2019 ഓഗസ്റ്റ് 19 ആ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളി. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ആദ്യം ചെയ്തത് ഒളിവിൽ പോവുക എന്നുള്ളതായിരുന്നു. ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് പി ചിദംബരം മിസ്സിംഗ് എന്നുള്ളത്. പ്രഷർ 24 മണിക്കൂർ അദ്ദേഹത്തിന്റെ പുറത്ത് അസംബ്ലി ചെയ്യുന്ന സമയത്ത് കൂടുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? കോൺഗ്രസ് ഓഫീസിൽ വന്ന് അദ്ദേഹം ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് വീട്ടിന്റെ അകത്ത് പോയി ഗേറ്റും പൂട്ടി കതവും അടച്ച് വീട്ടിന്റെ അകത്തിരുന്നു. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ഗേറ്റും പൂട്ടി വീട്ടിന്റെ അകത്ത് അടച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രതി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അദ്ദേഹത്തിന് ഹാജരാകാൻ വേണ്ടി പലതവണ നോട്ടീസ് കൊടുത്തു. ആദ്യത്തെ നോട്ടീസ് ഒന്നുമല്ല കൊടുത്തത്, ഒരുപാട് തവണ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ തള്ളി. പിന്നെ അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രോസസ്സിലേക്ക് അവർ പോവും. ഒരാൾ വീട്ടിൻ്റെ അകത്ത് അടച്ചിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വാതിൽ തല്ലിപ്പൊളിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള എല്ലാ ഡ്യൂ പ്രോസസ്സും ഫോളോ ചെയ്തിട്ടുണ്ട്. അനിൽ ബോസെ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള എല്ലാ ഡ്യൂ പ്രോസസ്സും ഫോളോ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കരയാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ശരിയല്ല. താങ്കൾ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ്. ഞാൻ പറയുന്നത് പച്ചക്കള്ളമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ അല്ല, കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പറയാണ് പി ചിദംബരത്തിന്റെ INX മീഡിയയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഈ പറയുന്ന വിവരങ്ങളെല്ലാം കാര്യങ്ങളും 2013 ഭരിക്കുന്ന സർക്കാരിനെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. നിങ്ങൾക്ക് പി ചിദംബരം ഒരു അഴിമതിക്കാരനാണ്, അദ്ദേഹം അഴിമതി കാണിച്ചിട്ടുണ്ടെന്ന് രൂപയുടെ എല്ലാം തന്നെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്ന് കരയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. 106 ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നു. അദ്ദേഹത്തിന് പല തവണ ഇന്ത്യയിലെ വിവിധ ഒരു കാര്യം കൂടി, ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ അനുകൂലിക്കുമ്പോഴും ഈ സമയത്ത് പോലും നടപടിക്രമങ്ങളെ അല്ലല്ല മഞ്ജുഷേ, അല്ല ഈ സമയത്ത് പോലും എന്താണ് CBI മതിലാടി കയറി എന്നുള്ളതാണ്. അദ്ദേഹം 2 ഗേറ്റും തുറന്നിട്ടിട്ട് വേണമെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മാന്യതയും കൂടി തന്നെ, അദ്ദേഹത്തിന് ഇന്ത്യയിൽ കുറച്ചുകൂടി ബഹുമാനവും ലഭിച്ചേനെ, അദ്ദേഹത്തിന്
ഒരു രാഷ്ട്രീയക്കാരനായിട്ടും ആൾക്കാർ കണ്ടേനെ. എന്റെ മടിയിൽ കനമില്ല എന്ന് അദ്ദേഹത്തിന് ധീരമായിട്ട് പ്രഖ്യാപിക്കുന്നതായിട്ട് ആൾക്കാർക്ക് തോന്നിയേനെ. പകരം ഗേറ്റും അടച്ചിട്ട് 4 സെക്യൂരിറ്റിയും പിടിച്ചു നിർത്തി കതകും അടച്ച് വീട്ടിന്റെ അകത്ത് ഒളിച്ചിരിക്കുമ്പോൾ 24 മണിക്കൂർ ഇദ്ദേഹം ആന്റിസിപ്പേറ്ററി ബെയിൽ മിസ്സാവുന്ന സമയത്ത് അല്ലെങ്കിൽ നിഷേധിക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹം പോയി ഒളിവിൽ പോകുന്ന സമയത്ത് ഇതൊക്കെ ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാകുന്ന വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. ശ്രീ അനിൽ ബോസെ, ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും നിഷേധിക്കാൻ കേന്ദ്ര ഏജൻസികളെ അനുകൂലിക്കുമ്പോൾ ഈ ചർച്ച അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. ഇവിടെ നാട്ടിൽ നടക്കുന്ന മഞ്ജുഷിന്റെ ആഗ്രഹം സാധിക്കാനാണെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യാം, അത് ശരിയല്ല. ഇവിടെ പി ചിദംബരം നാട്ടിലെ ഏതൊരു പൗരനെയും പോലെ ഒരു കേസ് വരുമ്പോൾ കോടതിയിൽ പോയി മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരു പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ പാർട്ടി ആസ്ഥാനത്ത് നടത്തി. അദ്ദേഹം പാർട്ടി തള്ളിക്കോട്ടെ. ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ എന്താ നടപടി? ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞാൽ ഉടനെ നടക്കുന്ന നടപടി എന്താ? നടപടി എന്ന് പറയുന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്ത് അദ്ദേഹം പരസ്യമായി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു, ഞാനിതാ ഹാജരാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം എവിടെ ഹാജരാകാൻ പോകുന്നു? അല്ല, ഹാജരാകാൻ പോകുന്ന ആളാണോ 24 മണിക്കൂർ മിസ്സിംഗ് ആവുന്നത്, വീട്ടിന്റെ അകത്ത് പോയി കഥ അടച്ചിരിക്കുന്നത്? അല്ല, ഹാജരാകാൻ പോകുന്ന ആളാണോ അങ്ങനെ ചെയ്യുന്നത്? അല്ല, ഹാജരാകാൻ പോകുന്ന ആളെ അന്വേഷിച്ച് CBI വന്ന് നിൽക്കുമ്പോൾ ഏറ്റവും പുറത്തിറങ്ങി പോയി ഹാജരായാ പോരെ? അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അകത്ത് ബെഡ്റൂമിന്റെ അകത്താണോ ഹാജരാകുന്നത്? തർക്കമൊന്നും വേണ്ട. അല്ലല്ല, എനിക്ക് ഇവിടെ വീണാ വിജയനെ സംരക്ഷിക്കേണ്ടത് ബിജെപിയുടെ ആവശ്യമായ ഈ കേസിൽ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ഈ വീണാ വിജയൻ കേസിൽ മഞ്ജുഷ ഒരു സെക്കൻഡ് കേട്ടോ, ഞാൻ പറയുന്നത് കേട്ടോ. ഈ വീണാ വിജയനെതിരെയുള്ള ഈ കേസും ആവിയായി പോകും. കാരണം BJPയും CPM തമ്മിൽ ഒത്തുതീർപ്പ് നിങ്ങൾക്ക് വലിയ താമസമില്ലാതെ കാണാൻ കഴിയും. ഇവിടെ എന്തുകൊണ്ടാണ് ആ വിഷയം ചർച്ച ചെയ്യാതെ വേറൊരു വിഷയത്തിലേക്ക് യുവരാജ് ഗോകുൽ എന്ന് പറയുന്ന BJP-കാരൻ ചർച്ച മാറ്റാൻ ശ്രമിക്കുന്നത്? താങ്കൾ എന്തെങ്കിലും മുഖ്യമന്ത്രിക്കുമെതിരെ കേന്ദ്ര ഏജൻസികൾ നീക്കം നടത്തുമ്പോൾ അത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് താങ്കളാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ താങ്കൾ പറയുന്നു അത് ആവിയായി പോകുമെന്ന്. അത് ചർച്ച ചെയ്യണ്ട എന്ന ഇവരുടെ ആഗ്രഹമാണ്, BJP-യുടെ ആഗ്രഹമാണ്. വീണാ വിജയൻ വിഷയം മാറ്റി കേന്ദ്ര ഏജൻസികളിലേക്ക് കൊണ്ടുപോകുന്ന മഞ്ജുഷ അതിന് കുട പിടിച്ചു കൊടുക്കാണ്. BJP-യുടെ ആഗ്രഹം വീണാ വിജയനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, പിണറായി വിജയനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ സംരക്ഷിക്കുന്നതിന് വേണ്ടി കുട പിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് BJP പ്രതിനിധി കാണിക്കുന്നെങ്കിൽ അതിന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് മഞ്ജുഷ. താങ്കളാണ് കേന്ദ്ര ഏജൻസികളെ ആദ്യം അനുകൂലിച്ച് സംസാരിച്ചത് കേട്ടോ. കേന്ദ്ര ഏജൻസികൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ അന്വേഷിക്കുന്നതെന്ന് താങ്കളാണ് പറഞ്ഞത്. ഞാൻ ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുക, സോണിയാഗാന്ധിക്കെതിരെ ED നടപടി തുടങ്ങിക്കഴിഞ്ഞു. എന്തായിരുന്നു അതിന്റെ പേര്? അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് അല്ലേ? അതിന്റെ ആസ്തികൾ ഏറ്റെടുക്കുവാനുള്ള നടപടികളുമായിട്ട് ED മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് 700 കോടിയുടെ ആസ്തി ഏറ്റെടുക്കുവാനുള്ള നടപടിയുമായാണ്. അത് സോണിയാഗാന്ധിക്കെതിരെയുള്ള നീക്കമാണല്ലോ നടക്കുന്നത്. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ.